Hi everyone, this is Dr. Manjula. Today we will discuss on the diseases of the musculoskeletal system. We will start off with the most important and the vast topic, that is the fracture and its management. So musculoskeletal trauma would be our first topic of discussion. അതിൽ തന്നെ ഫ്രാക്ചേഴ്സ്. അപ്പോൾ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോണിന്റെ ഒരു ബ്രേക്കേജ് ആണ്. അത് ഏത് രീതിയിലും ആവും, ചെറിയ ബ്രേക്ക് ആവാം, വലുതാവാം, അങ്ങനെ അത് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇസ് ഓപ്പൺ ഫ്രാക്ചർ. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുമ്പം സ്കിന്ന് ഫ്രാക്ചറിന് മുകളിലുള്ള സ്കിന്നും കൂടി ബ്രോക്കൺ ആണ്, എന്നിട്ട് ഈ ബോൺ വെളിയിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കും. സോ ദാറ്റ് ഈസ് കോസിങ് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ഓൾസോ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓപ്പൺ ഫ്രാക്ചർ. ക്ലോസ്ഡ് ഫ്രാക്ചറിലാണെങ്കിൽ അകത്ത് ബോൺ ബ്രേക്ക് ആയിട്ടുണ്ടാവും, പക്ഷെ മുകളിലത്തെ സ്കിൻ ഇൻടാക്റ്റ് ആയിരിക്കും. ഇനി കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ചർ ഒരു ബോണിന് കംപ്ലീറ്റ് ആയിട്ട് അക്രോസ് ആയിട്ട് ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയും. ഈ കംപ്ലീറ്റ് ഫ്രാക്ചർ കഴിഞ്ഞ് ചിലപ്പോൾ ആ ബോണിന്റെ ഫ്രാക്ചർ എൻഡ്സ് ഒക്കെ ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ഒക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ. ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് you can see that there is a fracture that is happening across the bone, but the bone is still intact. അത് രണ്ട് പീസ് ആയിട്ട് മുറിഞ്ഞു പോയിട്ടില്ല. അതാണ് ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ. പിന്നെ ഉള്ളത് അവൽഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ഫ്രാക്ചർ ഈ നമ്മുടെ സ്ട്രോങ് ലിഗമെന്റ്സ്, സ്ട്രോങ് മസിൽസ് ഒക്കെ ഉള്ള, എസ്പെഷ്യലി ഫീമറിൽ തൈ മസിൽസ് ഒക്കെ, അത് അതിന്റെ ഒരു പുള്ള് കാരണം ബോണ് ഫ്രാക്ചർ ആയി പോകും. മനസ്സിലായി? അതാണ് അവൽഷൻ ഫ്രാക്ചർ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് അല്ലെങ്കിൽ ലിഗമെന്റ്സിന്റെ പുൾ കാരണം ആയി പോകുന്നതാണ് അവൽഷൻ ഫ്രാക്ചർ. ദെൻ കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ. കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ബോൺ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് പൊട്ടി പോയതാണ്, ഷാറ്റർഡ് ഇൻ ടു മെനി പീസസ്. ദെൻ കംപ്രഷൻ ഫ്രാക്ചർ. ഇത് പർട്ടിക്കുലർലി വെർട്ടിബ്രയിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ ആണ്. ഓസ്റ്റിയോപൊറോസിസ് കൊണ്ട് നമ്മുടെ വെർട്ടിബ്രയുടെ ബോഡി ഉണ്ടല്ലോ, അത് കംപ്രസ് ആയി പോയി ഫ്രാക്ചർ ആവുന്നത്. അതാണ് നമ്മൾ കംപ്രഷൻ ക്രഷ് ഫ്രാക്ചർ എന്ന് പറയും. മെയിൻലി ഡ്യൂ ടു ഓസ്റ്റിയോപൊറോസിസ്. ദിസ് ഹാപ്പൻസ് ഇൻ ദ വെർട്ടിബ്രൽ ബോഡി ഓഫ് ദ വെർട്ടിബ്ര. Then fracture dislocation. Fracture dislocation എന്ന് പറഞ്ഞാൽ ആ ഒരു ജോയിന്റ് ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കും ആൻഡ് വൺ ഓഫ് ദ ബോൺസ് ഓഫ് ദ ജോയിന്റ് ഹാസ് എ ഫ്രാക്ചർ. ഇപ്പൊ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ടല്ലോ കയ്യിലുള്ള, ആ ഹെഡ് ഓഫ് ദ ഹ്യൂമറസ് തെന്നി വെളിയിലേക്ക് വരികയും ചെയ്യും, പക്ഷെ അവിടെ ആ ബോണിലൊരു ഹെഡ് ഓഫ് ദ ഹ്യൂമറസിലൊരു ബ്രേക്കും ഉണ്ടാവും. അങ്ങനത്തെ ആണ് ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. കൊച്ചുകുട്ടികളിൽ കാണപ്പെടുന്ന ഫ്രാക്ചർ ആണ്. ഒരു സൈഡ് ബ്രേക്ക് ആവും, എന്നിട്ട് മറ്റേ സൈഡ് ആണെങ്കിൽ വളഞ്ഞു ഇരിക്കും. ഈ ഒരു സൈഡിൽ നമുക്കൊരു ബ്രേക്ക് കാണാം, മറ്റേ സൈഡാണെ വളഞ്ഞും ഇരിക്കുന്നു. പച്ച കമ്പ് ഒടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ഫുൾ ഒടിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ, ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒടിഞ്ഞിട്ട് മറ്റേ സൈഡ് ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഫ്രാക്ചർ ഓൺ വൺ സൈഡ് ഡസ് നോട്ട് ബ്രേക്ക് കംപ്ലീറ്റ്ലി ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബോൺ വിൽ ബി ബെൻഡ്. കുട്ടികളിലാണ് ഇത് കാണുന്നത്, ബിക്കോസ് അവരുടെ ബോൺ സോഫ്റ്റും ഇലാസ്റ്റിക്കും ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഹെയർ ലൈൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ചെറിയൊരു ഫ്രാക്ചർ, പാർഷ്യൽ ഫ്രാക്ചർ ആണ്. മുടിയുടെ എത്രയാണ് തിക്നെസ് ഉള്ള ആ ഒരു രീതിയിലുള്ള ഫ്രാക്ചർ. ഇത് എക്സ്റേയിലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പാടായിരിക്കും ഹെയർ ലൈൻ ഫ്രാക്ചർ. പിന്നെ ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ബോണ് രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് ഒന്ന് മറ്റേതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയിരിക്കുക, അതാണ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. പിന്നെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ദ ബ്രേക്ക് എക്സ്റ്റെൻഡ്സ് ഇൻ ടു ദ സർഫസ് ഓഫ് ദ ജോയിന്റ്. അപ്പോ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രാക്ചർ. അപ്പൊ ഇത് ബോൺ ആണെങ്കിൽ ലെങ്ത് വൈസ് ഇങ്ങനത്തെ ഒരു ഫ്രാക്ചറിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതിന് ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് പറയും. ഒബ്ലിക് എന്ന് പറയുമ്പോൾ ഡയഗണലി ഇങ്ങനെ പോകുന്ന, ഡയഗണലി പോകുന്നതാണ് ഒബ്ലിക്. ഇനി സ്പൈറൽ ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ വരും.
ട്വിസ്റ്റ് ചെയ്ത് ഉള്ള ഫ്രാക്ചർ ആണ് ഡയഗണൽ ഫ്രാക്ചർ, സോറി സ്പൈറൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. I think I have the pictures here. I will show it to you next. Then comes pathological fracture. അപ്പൊ ചില ഡിസീസസ് കൊണ്ട് നമ്മുടെ ബോൺ വീക്ക് ആയിട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഫ്രാക്ചർ ആണ് pathological fracture due to some underlying conditions. ഇപ്പൊ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉള്ളവർക്ക് ഓസ്റ്റിയോപൊറോസിസ് വരില്ല, കാരണം വൈറ്റമിൻ ഡി ആക്റ്റീവ് ആയിട്ടില്ല, അപ്പൊ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കില്ല, അങ്ങനെ പാരാതൈറോയ്ഡ് ഹോർമോൺ ലെവൽസ് കൂടും, ബോണിൽ നിന്നൊക്കെ റിസോർപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ഇറ്റ് ബ്രേക്സ് ബിക്കോസ് ഓഫ് ദ കിഡ്നി ഡിസീസ്. അങ്ങനെ ഉള്ളത് വരുന്നതാണ് നമ്മൾ പാത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രെസ് ഫ്രാക്ചർ. ഇത് അത്ലറ്റ്സിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ കാണത്തില്ലേ ആൾക്കാർക്ക്, they fall down and then sometimes their bone breaks, sometimes their tendon ligament strain and sprain happens. അങ്ങനെ സോ സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ കോമൺലി അത്ലറ്റ്സിൽ കാണുന്നതാണ്. ബോൺ ബ്രേക്സ് ബിക്കോസ് ഓഫ് ദ റിപ്പീറ്റഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. നെക്സ്റ്റ് ഇസ് ബക്കിൾ അല്ലെങ്കിൽ ടോറസ് ഫ്രാക്ചർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബോൺ ബ്രേക്ക് ആവില്ല, ക്രാക്ക് ആവില്ല, പക്ഷെ ദർ ഇസ് എ ഡിഫോമിറ്റി ഹാപ്പനിങ്. അഗെയിൻ ഇറ്റ് ഇസ് കോമൺ ഇൻ children because their bone is soft and this is very painful, but the bone remains, അല്ലെങ്കിൽ the broken place remains stable. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല, but the bone just in a deformity ആയി പോകും. So that is called as torus fracture or buccal fracture. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവ്യൂ, ഇത്രയും നേരം പറഞ്ഞതിന്റെ പിക്ചേഴ്സ് ആണിത്. നോക്കൂ, ക്ലോസ്ഡ് ഫ്രാക്ചർ ഫസ്റ്റ് വൺ, സ്കിൻ ഒക്കെ പുറത്ത് ഇൻടാക്ട് ആയിട്ടുണ്ട്, അകത്തെ ബോൺ മാത്രം ബ്രേക്ക് ആയിട്ടുണ്ട്. കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ബോൺ ഇങ്ങനെ സ്കിന്നൊക്കെ തുളച്ച് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റഡ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഒരു ബോൺ മൾട്ടിപ്പിൾ പീസസ് ആയിട്ട് പൊടിഞ്ഞു പോയിരിക്കുവാണ്, മുറിഞ്ഞു പോയിരിക്കുവാണ്. പിന്നെ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ബോൺ ബ്രേക്ക് ആയിട്ട് ഒന്ന് ഇപ്പുറത്തേക്ക് കംപ്ലീറ്റ് രണ്ട് എഡ്ജസും കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതാണ് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ. ഒബ്ലിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചരിഞ്ഞിട്ട് സ്ലാന്റിങ് ആയിട്ടുള്ള ഫ്രാക്ചർ. സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പോയി ബാക്കിൽ കൂടെ വന്ന് ഇപ്പുറത്തേക്ക് വരുന്നത് ഷേപ്ഡ് ആയിട്ടുള്ള ഫ്രാക്ചർ ആണ്. ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ എഡ്ജസ് ഒന്ന് ഒരു ബോൺ മറ്റേ ബോണിനകത്തേക്ക് കയറി പോകുന്നു. ഗ്രീൻ സ്റ്റിക്ക് കണ്ടില്ല, ഒരു സൈഡിൽ ഇങ്ങനെ ഇത്രയും മാത്രം പൊട്ടിട്ടുണ്ട്, മറ്റേ സൈഡ് വളഞ്ഞും ഇരിക്കുന്നതാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്, പോട്സ് ഫ്രാക്ചർ, കോളീസ് ഫ്രാക്ചർ, രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറെയും കുറച്ച് ഫ്രാക്ചേഴ്സ് കൂടെ ഇവിടെ ആഡ് ചെയ്ത് പറയുവാണ്. പോട്സ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ മാലിയോലസിന്റെ ഫ്രാക്ചർ ആണ്, ആംഗിളിലെയും ഫീറ്റിന്റെ മാലിയോലസിലെ ഫ്രാക്ചർ ആണ് പോട്സ് ഫ്രാക്ചർ. കോളീസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയസിന്റെ ഫ്രാക്ചർ ആണ് കോളീസ് ഫ്രാക്ചർ. ഹ്യൂംസ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഒളിക്രാനൻ പ്രോസസിന്റെ ഫ്രാക്ചർ ആണ് ഹ്യൂംസ് ഫ്രാക്ചർ. ദെൻ മോണ്ടേജിയ ഫ്രാക്ചർ എന്ന് പറയുന്നത് പ്രോക്സിമൽ അൾനാഡ ഫ്രാക്ചർ പ്ലസ് ദർ ഇസ് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ റേഡിയസ്. ഓക്കെ, മോണ്ടേജിയ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ അൾനാഡ ഫ്രാക്ചർ along with the dislocation of the head of the radius അവിടെ. Then ഗലിയാസി ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്റ്റൽ റേഡിയസിന്റെ ഫ്രാക്ചർ ആണ് വിത്ത് ദ ഡിസ്ലൊക്കേഷൻ ഓഫ് ദ റേഡിയോ അൾനാർ ജോയിന്റ്. ഓക്കെ, ഫ്രാക്ചർ ഓഫ് ദ ഡിസ്റ്റൽ റേഡിയസ് വിത്ത് ഡിസ്ലൊക്കേഷൻ ഓഫ് റേഡിയോ അൾനാർ ജോയിന്റ്. അപ്പൊ ഈ പേരുകളൊക്കെ പഠിച്ചു വെച്ചോളാം.